ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 6th സെമിസ്റ്ററിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ടെക്സ്റ്റാണ് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. ആൻഡ് എക്സാമിന് വരുന്ന പോർഷൻസ് അല്ലെങ്കിൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ മതിയാവും. ഓക്കെ, ഇതിൽ മൊഡ്യൂൾ 1 സ്പീച്ചസ് ആൻഡ് പ്രസൻറ്റേഷനാണ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്ന് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. എന്താണ് കമ്മ്യൂണിക്കേഷൻ? അതിന് സിംഗിളായിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്മളെപ്പോഴും ഒരു 2 സെൻറ്റൻസിൽ എഴുതിയാൽ മതിയാവും. അപ്പോൾ അത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഫാക്ട്, ഐഡിയാസ്, ഒപ്പീനിയൻ ഓർ ഇമോഷൻ ബൈ 2 or more പേഴ്സൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 അതിലധികമോ പേഴ്സൺസ് തമ്മിൽ അവരുടെ ഫാക്റ്റ്, ഐഡിയാസ്, ഒപ്പീനിയൻ ആൻഡ് ഇമോഷൻസ് ഷെയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് പഠിച്ച് വെക്കുക. ദെൻ ആ ചാപ്റ്ററിൽ സ്പീച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം മീനിങ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ ത്രൂ സ്പോക്കൺ വേർഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എക്യുപ്മെൻറ്റ് ബൈ എ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഓർ ടു എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ഓർ പർട്ടിക്കുലർ സബ്ജക്റ്റ് ഈസ് ടേംഡ് ആസ് സ്പീച്ച്. എന്താണ് സ്പീച്ച്? ഒന്നോ അതിലധികമോ ആൾക്കാർ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഇൻഫർമേഷനെ കുറിച്ച് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, 2 തരത്തിലുള്ള സ്പീച്ചാണുള്ളത്, ഫോർമൽ സ്പീച്ച് ആൻഡ് ഇൻഫോർമൽ സ്പീച്ച്. അപ്പോൾ ഫോർമൽ സ്പീച്ച് എന്താണെന്നും ഇൻഫോർമൽ സ്പീച്ച് എന്താണെന്നും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എ സ്പീച്ച് ബൈ എ പേഴ്സൺ ടു എ ടാർഗറ്റ് ഗാദറിംഗ് ഓൺ എ സ്പെസിഫൈഡ് സബ്ജക്റ്റ് നോൺ ആസ് ഫോർമൽ സ്പീച്ച്. അതായത് ഒരു സ്പെസിഫൈഡ് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ഫോർമൽ സ്പീച്ച് എന്ന് പറയുന്നത്. ദെൻ ഇൻഫോർമൽ സ്പീച്ച് എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ബൈ എ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഓർ എ സ്മോൾ ഗ്രൂപ്പ് ഓൺ പർട്ടിക്കുലർ മാറ്റർ വിത്ത് ആൻഡ് വിത്തൗട്ട് പ്ലാനിങ് ഈസ് ടേംഡ് ആസ് ഇൻഫോർമൽ സ്പീച്ച്. അതായത് ഒരു സ്മോൾ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാറ്ററിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അത് ചിലപ്പോൾ വിത്ത് പ്ലാനിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വിത്തൗട്ട് പ്ലാനിങ് ആയിരിക്കാം. അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ സ്പീച്ച് എന്ന് പറയുന്നത്. ഈ 2 ലൈൻ മാത്രം പഠിച്ചു വെച്ചാൽ മതിയാവും. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗുഡ് സ്പീച്ച്. എന്താണ് ഒരു നല്ല സ്പീച്ചിന് ആവശ്യമുള്ളത്, എന്തൊക്കെയാണ്? അത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പോയിൻ്റ് ബൈ പോയിൻ്റ് തന്നെയായിട്ട് പഠിക്കുക. അത് എക്സാമിന് നിങ്ങൾക്ക് അതിൻ്റെ സെൻറ്റൻസ് എഴുതാൻ കിട്ടിയില്ലെങ്കിലും ഈ പോയിൻറ്റ്സ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് ഷുവറാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്ലാരിറ്റി. ദ സ്പീക്കർ ഷുഡ് ബി ഏബിൾ ടു കൺവേ ടു ദ ഓഡിയൻസ് ഹിസ് ഐഡിയാസ്, ഇമോഷൻസ്, ഫാക്ട് ആൻഡ് ആർഗ്യുമെൻറ്റ്സ് ക്ലിയർലി. അതായത് ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അതായത് ഞാനിപ്പോൾ സംസാരിക്കുന്നു, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഞാൻ എന്താണ്, എൻ്റെ ഐഡിയ എന്താണ്, അതല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് എന്താണ്, ഞാൻ എന്താണ് അയാളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ക്ലിയർലി അദ്ദേഹത്തിന് വ്യക്തമാകണം. അതിനെയാണ് നമ്മൾ ക്ലാരിറ്റി എന്ന് പറയുന്നത്. 2 ബ്രീഫ്. ദ കോൺസെൻട്രേഷൻ ഓഫ് ആൻ ആവറേജ് ഓഡിയൻസ് ഡസ് നോട്ട് ലാസ്റ്റ് ഫോർ മോർ ദാൻ 30 minutes. അതായത് ഇതിലെന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് ഉള്ള ആളെ ബോറടിപ്പിക്കാണ്ട്, അതായത് ഇപ്പോൾ ഒരു 30 മിനിറ്റിൽ കൂടുതലൊന്നും അവർ നമ്മുടെ സ്പീച്ച് കേട്ടിരിക്കാൻ മാത്രം അവരിയ്ക്കുന്നതല്ല. സോ ബ്രീഫായിട്ട് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എത്രമാത്രം നമുക്ക് ബ്രീഫായിട്ട് അവർക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കാവോ അത്രയും ബ്രീഫായിട്ട് നമ്മൾ പറയുക. ദെൻ വിവിഡ് ആൻഡ് കോൺക്രീറ്റ്. ദ സ്പീച്ച് ഷുഡ് ബി വിവിഡ് ആൻഡ് കോൺക്രീറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം. ഓക്കെ, ദെൻ ഇൻഫോർമൽ ടോക്ക്. എ ഗുഡ് സ്പീച്ച് ഷുഡ് ബി ലൈക്ക് ആൻ ഇൻഫോർമൽ ടോക്ക്. ഇറ്റ് ഷുഡ് ബി സിമിലർ ടു എ പേഴ്സണൽ ആൻഡ് ഇൻഫോർമൽ ചാറ്റ് ബിറ്റ്വീൻ 2 ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ്. അതായത് നമ്മളൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സ് തമ്മിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അങ്ങനെ ആയിരിക്കണം നമ്മൾ സ്പീക്കറും ഒരു ഓഡിയൻസും തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. അതിനാണ് ഇൻഫോർമൽ ടോക്ക് എന്ന് പറയുന്നത്. 5ാമത്തെ പോയിൻ്റാണ് ഇൻട്രസ്റ്റിംഗ്. എന്താണ് ഇൻട്രസ്റ്റിംഗ്? എ ഗുഡ് സ്പീച്ച് ഷുഡ് ബി ഇൻട്രസ്റ്റിംഗ്. ഇറ്റ് ഷുഡ് അപ്പീൽ നോട്ട് ഓൺലി ടു ദ മൈൻഡ്സ് ഓഫ് ദ ലിസണേഴ്സ് ബട്ട് ഓൾസോ ദെയർ ഹേർട്ട്. അതായത് നമ്മൾ 2 വ്യക്തികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആയിരിക്കണം. ഓക്കെ, അതായത് കേൾക്കുന്ന ആളുടെ മൈൻഡ് മനസ്സിലാക്കിയിട്ടല്ല, അതായത് ലിസൺ ചെയ്യുന്ന ആളുടെ ഹാർട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. 6ാമത്തെയാണ് ഇൻഫോർമേറ്റീവ്. എ ഗുഡ് സ്പീച്ച് ഷുഡ് ബി ഇൻഫോർമേറ്റീവ് ആൻഡ് ഇലുമിനേറ്റിംഗ് സോ ദാറ്റ് ദ ഓഡിയൻസ് ക്യാൻ ഗെയിൻ സ്മൂത്തനിങ് ഫ്രോം ഇറ്റ്.
If the speaker is respectful and speak the length of point already not the listeners, he is boring the audience who will turn a deaf to ear whatever to be spoken. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പറയാൻ പോകുന്ന സ്പീച്ച് അത് കേൾക്കുന്ന ആൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. ഏഴാമത്തെയാണ് ഓഡിയൻസ് ഓറിയൻറ്റഡ്. എ ഗുഡ് സ്പീച്ച് ഷുഡ് ബി ഓഡിയൻസ് ഓറിയൻറ്റഡ്. അതായത് നല്ലൊരു സ്പീച്ച് ആയിരിക്കണമെങ്കിൽ അത് മസ്റ്റായിട്ട് ഒരു ഓഡിയൻസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ദെൻ ക്വാളിറ്റീസ് ഓഫ് ഗുഡ് സ്പീക്കർ. അതായത് എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു സ്പീക്കറിന് വേണ്ടത്, അത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഒരു ടെക്സ്റ്റ് മുഴുവൻ പറഞ്ഞു പോകേണ്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞു പോവാണ്. ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സ്പീക്കർ എന്തൊക്കെ വേണം? ഒരു ഗുഡ് സ്പീക്കർ എപ്പോഴും എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കണം, ഏണസ്റ്റ് ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി ടു ലിസണേഴ്സ് ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി ടു അതേഴ്സ് ഓൺ ദ പ്രോഗ്രാം ആയിരിക്കണം, റെസ്പോൺസിബിലിറ്റി ടു സബ്ജക്റ്റ് ആയിരിക്കണം, ലീഡർഷിപ്പ് ഉണ്ടായിരിക്കണം, ഓവർ കോൺഫിഡൻസ് പാടില്ല, ബാലൻസ്ഡ് ആയിരിക്കണം, സെൻസ് ഓഫ് ഹ്യൂമർ ഇത്രയും ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹൗ ടു മേക്ക് ആൻ എഫക്റ്റീവ് സ്പീച്ച്. നമ്മുടെ സ്പീച്ച് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതായത് പ്രിപ്പറേഷൻ ഫോർ ദ സ്പീച്ച്, ഡെലിവറി ഓഫ് ദ സ്പീച്ച്. അതായത് പ്രിപ്പറേഷൻ ഫോർ ദ സ്പീച്ച് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് മുൻകൂട്ടി നമ്മൾ എന്തൊക്കെ വേണമെന്നുള്ളത് പ്രിപ്പറേഷൻ ചെയ്യുക. രണ്ടാമത്തെ ഡെലിവറി ഓഫ് ദ സ്പീച്ച്, നമ്മൾ സ്പീച്ച് ഡെലിവറി തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇങ്ങനെ 2 കാര്യങ്ങളാണ്. അതായത് പ്രിപ്പറേഷൻ ഫോർ ദ സ്പീച്ച്, നമ്മൾ സ്പീച്ച് പ്രിപ്പറേഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം? പർപ്പസസ് ഓഫ് ദ സ്പീച്ച്, ആ സ്പീച്ച് അവിടെ പറയാൻ വേണ്ടിയിട്ട് എന്ത് പർപ്പസസ് ആണ് ഉണ്ടായത് എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ ഓഡിയൻസ് അനാലിസിസ്, നമ്മുടെ സ്പീച്ച് കേൾക്കാൻ മാത്രമായിട്ടുള്ള ഓഡിയൻസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ടോപ്പിക്ക് കേൾക്കാൻ മാത്രമുള്ള ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് ഉണ്ടായിരിക്കണം. 2 കളക്ഷൻ ഓഫ് മെറ്റീരിയൽസ്, എന്താണ് നമുക്ക് ഈ സ്പീച്ച് പറയാൻ ആവശ്യമായിട്ടുള്ള ബുക്സ്, മാഗസിൻസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഓഡിയൻസിന് എക്സ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കണം. ദെൻ ഓർഗനൈസേഷൻ ഓഫ് സ്പീച്ച്, അതായത് ഈ ഡെലിവറി ചെയ്യാൻ പറ്റിയ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കണം. ദെൻ റിവ്യൂ ഓഫ് സ്പീച്ച്, അതായത് നമ്മൾ ചെയ്യുന്ന സ്പീച്ചിൻ്റെ റിവ്യൂസ് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ദെൻ ഡെലിവറി ഓഫ് ദ സ്പീച്ച്, സ്പീച്ച് ഡെലിവറി ചെയ്യുക. അതായത് ഡെലിവറി ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അട്രാക്റ്റ് ദ അറ്റൻഷൻ ഓഫ് ദ ഓഡിയൻസ്, അതായത് ഓഡിയൻസിൻ്റെ അട്രാക്ഷൻ പിടിച്ചു പറ്റുക. മേക്ക് ദ സ്പീച്ച് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ഓഡിയൻസിനെ സ്പീച്ച് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതായിരിക്കണം നമ്മൾ ചെയ്യുന്ന സ്പീച്ച്. ദെൻ ക്രിയേറ്റ് ആൻ എഫക്റ്റീവ് കൺക്ലൂഷൻ, അതായത് നമ്മൾ കൊടുക്കുന്ന സ്പീച്ചിൻ്റെ ലാസ്റ്റ് ഒരു എഫക്റ്റീവ് കൺക്ലൂഷനും കൂടെ കൊടുത്തിരിക്കുക. ദെൻ വിഷ്വൽ, വെർബൽ ആൻഡ് ഓക്കൽ എലമെൻറ്റ്സ് ഓഫ് സ്പീച്ച്, അതായത് നമ്മുടെ സ്പീച്ചിൽ വിഷ്വലി, വെർബലി ആൻഡ് ഓക്കലി ഉള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. വിഷ്വൽ എലമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീക്ക് ചെയ്യുന്ന ആളുടെ ഡ്രസ്സിങ്, കോൺഫിഡൻറ്റ്, അയാളുടെ ഐ കോണ്ടാക്റ്റ്, സ്റ്റാൻഡപ്പ് റൈറ്റ്, ഇതൊക്കെ വിഷ്വൽ എലമെൻറ്റ്സ് ആണ്. വെർബൽ എലമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോയിസ്, യൂസ് റൈറ്റ് വേർഡ്സ് ആൻഡ് പ്രൊനൗൺസിയേഷൻ, ആക്റ്റീവ് വോയിസ്, മിസ്റ്റേക്ക് വരാതെ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഓക്കൽ എലമെൻറ്റ്സ്, സ്പീക്ക് വിത്ത് എൻത്യൂസിയാസം, സ്പീക്ക് ലൗഡ്ലി, ഹിയർഡ് ആൻഡ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് സ്പീച്ചിനെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് പ്രസൻറ്റേഷൻ. മീനിങ് ഓഫ് പ്രസൻറ്റേഷൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രസൻറ്റേഷൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കൈൻഡ്സ് ഓഫ് പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 3 തരത്തിലുള്ള പ്രസൻറ്റേഷൻ ഉണ്ട്. അത് എസ്സേ ക്വസ്റ്റ്യന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ഹൗ ടു മേക്ക് പ്രസൻറ്റേഷൻ, അത് എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പ്ലാനിങ്, പ്രിപ്പറേഷൻ, ഓർഗനൈസേഷൻ, റിഹെയറിങ്, ഡെലിവറി. കാരണം അതിൽ 5 പോയിൻ്റ് ഉണ്ട്. മേ ബി 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനോ ആയിട്ട് ചോദിക്കുന്നതാണ് ഹൗ ടു മേക്ക് പ്രസൻറ്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ വരേണ്ട ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നോക്കാം. ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് ഈസ് സ്പീച്ച് ആൻഡ് വാട്ട് ഈസ് പ്രസൻറ്റേഷൻ. അത് തമ്മിലുള്ളൊരു ക്ലാരിഫിക്കേഷൻ, തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സ്പീച്ച് എന്താണെന്ന്. നെക്സ്റ്റ് ബി പാർട്ടിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗുഡ് സ്പീച്ച് ഉണ്ട്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് സ്പീക്കർ ഉണ്ട്,
ഒബ്ജക്റ്റീവ്സ് ഓഫ് എ പ്രസൻറ്റേഷൻ ഉണ്ട്, ഡിസ്ക്രൈബ് ദ പ്രസൻറ്റേഷൻ ടൂൾസ് ഉണ്ട്. ഇതാണ് ബി പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സി പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഹൗ ടു മേക്ക് ആൻ എഫക്റ്റീവ് സ്പീച്ച്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. ദെൻ ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റേജസ് ഇൻ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷനെ കുറിച്ചും സ്പീച്ചിനെ കുറിച്ചുമുള്ള 2 എസ്സേ ക്വസ്റ്റ്യൻ പഠിക്കുക. ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ ഉള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്. നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ ബ്രീഫ് ബിസിനസ് മെസ്സേജസ്. എന്താണ്? അതായത് നമ്മൾ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ബിസിനസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. ഓക്കെ, അത് 2 തരത്തിലുണ്ട്, ഓറൽ മെസ്സേജ് ആൻഡ് റിട്ടൺ മെസ്സേജ്. ഓക്കെ, ഇതിൽ റിട്ടൺ മെസ്സേജ് എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട 6 പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. യൂണിറ്റി, എംബസീസ്, കംപ്ലീറ്റ്, ക്ലാരിറ്റി, കൺസിസ്, അക്യുറസി. ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതൊന്നാണ് കേട്ടോ. ദെൻ സ്റ്റെപ്സ് ഓഫ് ബിസിനസ് റൈറ്റിംഗ്, അതായത് ഒരു ബിസിനസ് റൈറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്താണെന്ന് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. നെക്സ്റ്റ് ആ ചാപ്റ്ററിൽ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് മെസ്സേജസ് എന്ന് പറയുന്നതിൽ നമുക്ക് കുറച്ച് മീഡിയാസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇമെയിലിൻ്റെ കാര്യം എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇമെയിൽ, അത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഇതിൽ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്പ് ഓഫ് മെസ്സേജിങ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ആൻഡ് ടെക്സ്റ്റ് മെസ്സേജിങ്. പിന്നെ ബ്ലോഗ്സ് എന്താണെന്നുള്ളത് എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളതാണ്. മീഡിയ ബ്ലോഗ്സ്, പേഴ്സണൽ ബ്ലോഗ്സൊക്കെ എസ്സേ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പാർട്ട് എയിൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ്. എന്താണ് ബിസിനസ് മെസ്സേജ്, ദെൻ ഇമെയിൽ എന്താണ്, വിക്കീസ് എന്താണ് മെസ്സേജ്, എന്താണ് ടെക്സ്റ്റ് മെസ്സേജ്, എന്താണ് ബ്ലോഗ്സ്, എന്താണ് ബ്ലോഗോസ്പിയർ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാനുള്ള ക്വസ്റ്റ്യൻസ്. ദെൻ പാർട്ട് ബിയിൽ വരുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇമെയിൽ, ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇമെയിൽ, ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് മെസ്സേജിങ്, ദെൻ ഗൈഡ് ലൈൻ ഫോർ എഫക്റ്റീവ് മെസ്സേജിങ്, ദെൻ എക്സ്പ്ലെയിൻ മൈക്രോ ബ്ലോഗിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമെയിലിനെ കുറിച്ച് മസ്റ്റായിട്ടും, അതായത് 2 മാർക്കിലും വരാൻ സാധ്യതയുണ്ട്, 8 മാർക്കിലും വരാൻ സാധ്യതയുണ്ട്, 15 മാർക്കിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇമെയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 ഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പാർട്ട് സിയിൽ വരാനുള്ള ക്വസ്റ്റ്യൻസാണ് മീഡിയാസിനെ കുറിച്ച്, ഇലക്ട്രോണിക്സ് മീഡിയാസിനെ കുറിച്ചും, ചാനൽ ഓഫ് ബ്രീഫ് ബിസിനസ് മെസ്സേജിനെ കുറിച്ചും, പിന്നെ ഇമെയിലിനെ കുറിച്ചും ചോദിക്കും. അല്ലെങ്കിൽ ഇമെയിൽ എഴുതാനായിരിക്കും, റൈറ്റിംഗ് എ ബിസിനസ് ലെറ്റർ, അല്ലെങ്കിൽ ബിസിനസ് ലെറ്റർ എഴുതാനുള്ളതായിരിക്കും. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 2 ചോദിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 3 എംപ്ലോയ്മെൻറ്റ് മെസ്സേജ് ആൻഡ് ജോബ് ഇൻ്റർവ്യൂസ്. ഇതിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ ഫസ്റ്റ് തന്നെ കിടക്കുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യനാണ്, 15 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നതാണ് എന്തൊക്കെ തരത്തിലുള്ള ലെറ്റേഴ്സ് ആണെന്നുള്ളത്. മെസ്സേജ് കൺവേ ചെയ്യാനുള്ള ലെറ്റേഴ്സാണ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ, റെഫറൻസ് ലെറ്റർ, റെക്കമെൻഡേഷൻ ലെറ്റർ, ഇൻ്റർവ്യൂ ലെറ്റർ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ, കൺഫർമേഷൻ ലെറ്റർ, പ്രൊമോഷൻ ലെറ്റർ, ടെർമിനേഷൻ ലെറ്റർ ആൻഡ് റെസിഗ്നേഷൻ ലെറ്റർ. ഈ ലെറ്റേഴ്സ് എല്ലാം എന്താണ്, അതായത് എസ്സേ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് ഇത് പഠിച്ചിരുന്നാൽ തന്നെ ഈ 9 എണ്ണം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ എന്താണെന്നുള്ളത് 2 ലൈനിൽ. അപ്പോൾ ഇത് എസ്സേ ക്വസ്റ്റ്യന് വേണ്ടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 9 എണ്ണത്തിൽ വരുന്നത് ഷോർട്ടായിട്ടും നമുക്ക് എഴുതാൻ പറ്റും, ബി പാർട്ടിലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ മസ്റ്റായിട്ടും ഈ ആദ്യത്തേത് പഠിച്ച് വെക്കുക. ദെൻ റെസ്യൂമെ എന്താണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. റെസ്യൂമെ എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. ടൈപ്സ് ഓഫ് റെസ്യൂമും ചോദിക്കാറുണ്ട്. പിന്നെ ഈ ലെറ്റേഴ്സിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചിരിക്കുക. കാരണം എക്സാമിന് ഇതിലെ ഏതെങ്കിലും ഒരു ലെറ്റർ ആർക്കെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ലെറ്ററോ എംപ്ലോയ്മെൻറ്റ് കൺസൾട്ടേഷൻ ലെറ്ററോ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനോ റിസൈൻ ലെറ്ററോ ഇതിലേതെങ്കിലും ഒരു ലെറ്റർ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇൻ്റർവ്യൂ. അത് എന്താണ് ഇൻ്റർവ്യൂ എന്നുള്ളതും ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കുക.
നെക്സ്റ്റ് സ്റ്റേജസ് ഓഫ് ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്? വാമപ്പ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻ, ദി ക്ലോസ്. അത് പഠിച്ചിരിക്കുക. ആൻഡ് ലാസ്റ്റ് വൺ, സ്റ്റെപ്സ് ഇൻ ആൻ ഇൻ്റർവ്യൂ. പ്ലാനിങ് ദ ഇൻ്റർവ്യൂ ആൻഡ് കണ്ടക്ടിങ് ദ ഇൻ്റർവ്യൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും നോക്കുക. നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ പാർട്ട് എയിൽ വരുന്നത് എന്താണ് ആപ്ലിക്കേഷൻ ലെറ്റർ, എന്താണ് ഇൻ്റർവ്യൂ ലെറ്റർ, എന്താണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ, എന്താണ് ലെറ്റർ ഓഫ് റെഫറൻസ്, ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ആ 9 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സും എന്താണെന്ന് ചോദിക്കുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ്. ഓക്കെ, അത് പഠിക്കുക. പിന്നെ വാമപ്പ് എന്താണെന്നും സ്ട്രെസ് ഇൻ്റർവ്യൂ എന്താണെന്നും ചോദിക്കും. പാർട്ട് ബിയിലാണ് റെസ്യൂം മസ്റ്റായിട്ട് വരുന്നതാണ്. എന്താണ് ഗൈഡ് ലൈൻസ് ഫോർ എ ഗുഡ് റെസ്യൂം, ദെൻ ആപ്ലിക്കേഷൻ ഫോളോ അപ്പ്, ദെൻ പ്രോസസ് ഓഫ് ഇൻ്റർവ്യൂ, കോമൺ ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂ, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്. അതായത് നിങ്ങളിപ്പോൾ ഏത് മൊഡ്യൂൾ എടുത്താലും അതിൽ പാർട്ട് ബിയും പാർട്ട് സിയിലും ക്ലാസിഫിക്കേഷൻ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. അത് പഠിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SI പാർട്ടി പഠിക്കുന്നത് ഒരുപക്ഷെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ചോദിക്കും, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും ചോദിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് റൈറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പാർട്ട് സിയിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് റെസ്യൂം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിലും റെസ്യൂമിനെ കുറിച്ച് വന്നു, സെക്കൻഡ് പാർട്ടിലും വന്നു, തേർഡ് പാർട്ടിലും വന്നിട്ടുണ്ട്. പിന്നെ എന്താ പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഇൻ്റർവ്യൂ ആൻഡ് വേരിയസ് സ്റ്റേജസ് ഇൻ ഇൻ്റർവ്യൂ. ഈ സ്റ്റേജസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ജോബ് ഇൻ്റർവ്യൂ മസ്റ്റായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കുക. നെക്സ്റ്റ് ചാപ്റ്റർ 4 ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്താണ് ഗ്രൂപ്പ്? അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ. ദെൻ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗ്രൂപ്പ് ആൻഡ് ടൈപ്പ് ഓഫ് എ ഗ്രൂപ്പ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അത് പഠിക്കുക. ദെൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത്, അതിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റോൾ ഓഫ് ഗ്രൂപ്പ് ലീഡർ. ഒരു ഗ്രൂപ്പ് ലീഡറിൻ്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്, അത് ബൈ ഹാർട്ട് ചെയ്യുക. അതിൽ തന്നെ ലാസ്റ്റ് എക്സ്റ്റംബർ എന്നും പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്, അത് എല്ലാ തവണയും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതിൽ പാർട്ട് എയിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് ഡിബേറ്റ് എന്താണ്, എക്സ്റ്റംബർ എന്താണ്, ആൻഡ് GD പ്രോട്ടോക്കോൾ എന്താണ്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ ബി പാർട്ടിൽ വരുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഗ്രൂപ്പ്, അഡ്വാൻറ്റേജസ്, ടൈപ്സ്, ദെൻ ഗ്രൂപ്പ് ഓഫ് ലീഡർഷിപ്പ് എന്താണ്, പിന്നെ ഒരു ഗൈഡ് ലൈൻസ് ഫോർ GD പാർട്ടിസിപ്പൻസ്, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഡിബേറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പാർട്ട് സിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ദ ഗൈഡ് ലൈൻസ് ഫോർ എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് റോൾ ഓഫ് എ ഗ്രൂപ്പ് ലീഡർ. ഈ റോൾ ഓഫ് എ ഗ്രൂപ്പ് ലീഡർ ഇമ്പോർട്ടൻ്റ് ആണ്, അത് 8 മാർക്കിലും ചോദിക്കാൻ സാധ്യതയുണ്ട്, SI ക്വസ്റ്റ്യനിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററാണ് ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ആൻഡ് ഡയലോഗ് സെക്ഷൻ. ഇതിൽ എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് എ പാർട്ടിലും ബി പാർട്ടിലും സി പാർട്ടിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. കാരണം ഇതിൽ കൂടുതലും പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ എത്തിക്സ് ഓഫ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഗൈഡ് ലൈൻസ് ഫോർ ക്രിയേറ്റിംഗ് എഫക്റ്റീവ് വിഷ്വൽസ്, അത് പോയിൻറ്റ്സ് ആണ്, അത് 15 പോയിൻറ്റ്സ് ഉണ്ട്. സോ എപ്പോഴും ശ്രദ്ധിക്കുക, 15 മാർക്കിൻ്റെ SI ക്വസ്റ്റ്യനിൽ ഈ 15 പോയിൻ്റ് മേ ബി ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 15 പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 10 എണ്ണമെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 15 എണ്ണത്തിൻ്റെ സെൻറ്റൻസ് മുഴുവൻ പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ്സെങ്കിലും പഠിക്കുക. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ബിസിനസ് വീഡിയോസിൽ ഒരു 3 സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്, ആ 3 സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഡയലോഗ്, എന്താണ് ഡയലോഗ് എന്നുള്ളത് നോക്കുക. പിന്നെ ഹൗ ടു റൈറ്റ് ഡയലോഗ്, എങ്ങനെയാണ് ഡയലോഗ് റൈറ്റ് ചെയ്യുക. ദെൻ ടോപ്പിക് ഫോർ ഡിസ്കഷൻ, അതിൽ അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞ തവണ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് അൺഎംപ്ലോയ്മെൻറ്റ്. സോ അത് സ്റ്റഡി ചെയ്യുക. ദെൻ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. പാർട്ട് എയിൽ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് എന്താണ്, ഡയലോഗ് എന്താണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ആൻഡ് ഡയലോഗ്. നെക്സ്റ്റ് പാർട്ട് ബിയിൽ വരുന്നത് എത്തിക്സ് ഓഫ് എ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഒരു എഫക്റ്റീവ് വിഷ്വൽസിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ്.
ദെൻ ഡയലോഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പാർട്ട് സിയിൽ വരുന്നത് വേരിയസ് സ്റ്റേജസ് ഇൻ ഓഡിയോ വീഡിയോ റെക്കോർഡിങ്. അതിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സ്റ്റേജസ് ആണ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ആ ഒരെണ്ണം മാത്രം വരാൻ സാധ്യതയുള്ളൂ. അത് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി പാർട്ടും കവർ ചെയ്യാം, പാർട്ടും കവർ ചെയ്യാം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ കോമൺലി ഇതിൽ പറയാൻ എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈസി ആയിട്ട് നമുക്ക് എ ഗ്രേഡ് വാങ്ങാൻ പറ്റിയൊരു സബ്ജക്റ്റാണിത്. കാരണം ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് പഠിച്ചില്ലെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ എക്സാം പകുതി കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ റിലാക്സ് ആയിട്ട് വായിക്കുക, ആൻസർ ചെയ്യുക, എല്ലാ പോയിൻറ്റ്സ് പഠിക്കുക. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയും കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇട്ടേക്കാം. താങ്ക് യു.